നമസ്കാരം, ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് പുറത്തു വന്ന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാൻ വിശദമായി അരമണിക്കൂറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. മുസ്ലിം ലീഗിലെ വിവാദങ്ങൾക്ക് താൽക്കാലിക വെടിനിർത്തലായി. വിവാദങ്ങൾക്ക് തുടക്കമിട്ട മൂഞ്ഞിൽ തങ്ങൾ പാർട്ടിയാണ് മുഖ്യമെന്നും പ്രശ്നങ്ങളിൽ മുതലെടുപ്പിന് ആരെയും അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. എന്നാൽ മൂഞ്ഞിൽ തങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തു വന്നു. പാണക്കാട് കുടുംബം മൂഞ്ഞിൽ തങ്ങളെ തള്ളിപ്പറഞ്ഞുവെന്നും ആലോചിച്ച് നടപടിയെടുക്കുമെന്നും PMA സലാം പറഞ്ഞു. ഉന്നതാധികാര സമിതി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു എന്ന വാർത്ത തള്ളിയ സലാം ചന്ദ്രികയിൽ കള്ളപ്പണം ഇല്ലെന്നും വിശദീകരിച്ചു. മുഈൻ അലി തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അത് പത്രങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ തുടർ നടപടികൾ പാണക്കാട് കുടുംബത്തിന്റെ തീരുമാനത്തിന് ശേഷം പാർട്ടി സ്വീകരിക്കും. ഈ ബാധ്യത തീർക്കാൻ ഒരു മാസത്തിനകം ബാധ്യത തീർക്കാൻ ഇദ്ദേഹത്തെ ഫൈനാൻസ് ഡയറക്ടറുമായും മാനേജ്മെന്റുമായും ചർച്ച ചെയ്തു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തു. PMA സലാമിന് മറുപടിയുമായി മൂഞ്ഞിലി തങ്ങൾ തന്നെ രംഗത്തു വന്നു. ചന്ദ്രികയിൽ ഒരു മാസത്തേക്കുള്ള ചുമതലയല്ല തന്റേതെന്ന് മൂഞ്ഞിലി 24 പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാനുള്ള ചുമതലയാണ് തന്റേതെന്നും മറ്റ് വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും മൂഞ്ഞിലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം മുസ്ലിം ലീഗിനകത്തെ പ്രശ്നങ്ങളുടെ കാരണക്കാർ CPIM ആണെന്ന പ്രസ്താവന വിചിത്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞു. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ED നോട്ടീസും CPIMുമായി ബന്ധപ്പെട്ടതല്ല. അഴിമതി പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. ലീഗ് ഓഫീസിനകത്ത് നടന്ന സംഭവങ്ങൾ ലോകം കണ്ടതാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അഴിമതി പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തർക്കം കാരണമാണ് ലീഗിലുണ്ടായ പ്രതിസന്ധി എന്നത് വ്യക്തമാണ്. അത് രൂക്ഷമാവാനും പോവുകയാണ്. വസ്തുത ഇതായിരിക്കെ LDF ഗവൺമെന്റിന് നേരെ CPIMന് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തടി തപ്പാൻ ശ്രമിച്ചാലൊന്നും ലീഗ് നേതൃത്വം രക്ഷപ്പെടാൻ പോകുന്നില്ല. മുട്ടിൽ മരമുറിക്കലിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ വെട്ടിക്കടത്തിയതിൽ ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് കേസിൽ നിന്ന് ആദിവാസികളും കർഷകരും ഉൾപ്പെടെ 29 പേരെ ഒഴിവാക്കി. ക്രൈംബ്രാഞ്ചും വനംവകുപ്പും നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷമാണ് മുട്ടിൽ മരമുറിക്കലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി ആന്റോ അഗസ്റ്റിൻ അടക്കമുള്ളവരെ EDയും കേസിൽ പ്രതി ചേർക്കും. EDയുടെ കോഴിക്കോട് യൂണിറ്റിനാണ് പ്രാഥമിക അന്വേഷണ ചുമതല. അതിനിടെ മുട്ടിൽ മരമുറിയിൽ ആരോപണ വിധേയനായ ഡെപ്യൂട്ടി കൺസർവേറ്റർ NT സാജനെ സ്ഥലം മാറ്റി. കോഴിക്കോട്ട് നിന്നും കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി കൺസർവേറ്ററായാണ് സ്ഥലം മാറ്റിയത്. മുട്ടിൽ മരമുറി പിടികൂടിയ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ NT സാജൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി പിടിയിൽ. ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാറാണ് പിടിയിലായത്. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ മുഖ്യപ്രതിയെ പിടികൂടിയത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരാൻ കാത്തുനിൽക്കാതെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. കേസിൽ ആകെ 6 പ്രതികളാണ് ഉള്ളത്. സൈബർ സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷണം. തട്ടിയെടുത്ത പണം പ്രതികൾ വിദേശത്ത് ഉൾപ്പെടെ നിക്ഷേപത്തിനായി കൊണ്ടുപോയെന്നും വിവരമുണ്ട്. ഇതുൾപ്പെടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 13,049 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. TPR 13-ന് മുകളിലാണ്. 13.23% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 98,640 സാമ്പിളുകൾ ഇന്ന് പരിശോധിച്ചു. മലപ്പുറത്ത് 2000-ന് മുകളിലും തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ 1000-ലധികവും പുതിയ രോഗികളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 64 പേരും 58 ആരോഗ്യ പ്രവർത്തകരും രോഗികളായി. 105 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,004 പേർ ഇന്ന് രോഗമുക്തരായി. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് എന്നിങ്ങനെ 5 ജില്ലകളിൽ വാക്സിൻ പൂർണ്ണമായി തീർന്നു. വളരെ കുറച്ച് വാക്സിൻ മാത്രമാണ് സംസ്ഥാനത്ത് സ്റ്റോക്കുള്ളത്. ബുധനാഴ്ചയോടെ ഇനി വാക്സിൻ ലഭ്യമാകുകയുള്ളൂ എന്ന് കേന്ദ്രം അറിയിച്ചതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പല കേന്ദ്രങ്ങളിലും നാളെ വാക്സിനേഷൻ മുടങ്ങും. വാക്സിൻ സ്റ്റോക്കുള്ള കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും നൽകി തീർക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ധരിപ്പിച്ചു. എത്രയും വേഗം സംസ്ഥാനത്തിന് കേന്ദ്രം കൂടുതൽ വാക്സിൻ ലഭ്യമാക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ന് 2,79,943 പേർക്കാണ് വാക്സിൻ നൽകിയത്. സംസ്ഥാനത്ത് വാക്സിനേഷൻ യജ്ഞം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വാക്സിൻ പ്രതിസന്ധി.
കേന്ദ്ര സർക്കാരിന്റെയും കോവിഡ് നിയന്ത്രണ ഏജൻസികളുടെയും അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി സ്കൂൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോവിഡ് കാലത്ത് ഒരുക്കിയ താൽക്കാലിക സംവിധാനം മാത്രമാണ് ഓൺലൈൻ ക്ലാസ്. വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാക്കും. ഡിജിറ്റൽ ക്ലാസുകളിലെ ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നതായി SCERTയുടെ പഠനത്തിൽ വ്യക്തമായെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയതിന് ശേഷം 36% കുട്ടികൾക്ക് പൊതുവിൽ തലവേദന അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. 28% കുട്ടികൾക്ക് കണ്ണിന് ക്ഷീണം അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്തതായി SCERT നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. ഇതൊരു പെർമനൻ്റ് പ്രതിഭാസമാണെന്ന് കാണുന്ന വേണ്ടി കഴിയില്ല. ഇതിന് പുറമെ 36% പേർക്ക് കഴിഞ്ഞ കഴുത്തുവേദന അത് നമുക്ക് തന്നെ ഉണ്ടാകും. ഇവിടെ കുറച്ചു നേരം ഇവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ കഴുത്തിൽ വേദന നമുക്ക് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കണ്ണിന് ചെറിയ ഒരു മങ്ങിയ കാഴ്ചയുടെ പ്രശ്നം ഏതാണ്ട് 15% കുട്ടികൾ കാണുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനായി മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. പ്രാദേശിക നിയന്ത്രണങ്ങളെ ആശ്രയിച്ചാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. പെഗസിസ് നിർമ്മാതാക്കളായ NSO ഗ്രൂപ്പുമായി ഒരു ഇടപാടും നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഡോക്ടർ വി ശിവദാസൻ MP-യുടെ ചോദ്യത്തിനാണ് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടിന്റെ മറുപടി. ഫോൺ ചോർത്തൽ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധമുയർത്തി. അതേസമയം പിന്നാക്ക വിഭാഗങ്ങളെ നിശ്ചയിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബിൽ പാസാക്കുന്നതിൽ പ്രതിപക്ഷം സഹകരിക്കും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ ഉയർത്തി പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച പ്രതിപക്ഷ MP-മാർ പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തും. ഒളിമ്പിക്സിൽ ചരിത്ര നേട്ടവുമായി മടങ്ങിയെത്തിയ ഇന്ത്യൻ അത്ലറ്റുകൾക്ക് ഉജ്ജ്വല സ്വീകരണം. ഡൽഹി വിമാനത്താവളത്തിൽ താരങ്ങളെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയെ ആരാധകർ പ്രത്യേകം സ്വീകരിച്ചു. അശോക ഹോട്ടലിൽ മെഡൽ ജേതാക്കൾക്ക് കായിക മന്ത്രാലയം അനുമോദന ചടങ്ങൊരുക്കി. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ചടങ്ങിൽ പങ്കെടുത്തു. മെഡൽ അച്ഛന് സമർപ്പിക്കുകയാണെന്ന് PR ശ്രീജേഷ് ആവർത്തിച്ചു. വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. മെഡൽ ജയിച്ച് തിരിച്ച് നാട്ടിൽ വന്നതിൽ അവിടെ ഇരിക്കുന്നതിനേക്കാളും വളരെയധികം എക്സൈറ്റഡ് ആണ് ഇപ്പോൾ. കാരണം എന്താ പറയുന്നത്, നമ്മൾ അവിടെ ജയിക്കുന്നത് പോലെയല്ല, സ്വന്തം നാട്ടിൽ വന്ന വിജയം നമ്മുടെ നാടിനോടൊപ്പം നാട്ടുകാരോടൊപ്പം ആഘോഷിക്കുന്നതിൽ ഉറപ്പായിട്ടും നാളെ കേരളത്തിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മെഡൽ നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും ചരിത്ര വിജയമാണ് ഇന്ത്യ നേടിയതെന്നും ബോക്സിംഗ് താരം ലവ്ലിന ബോർഖിയൻ 24-നോട് പറഞ്ഞു. इंडिया में आके बहुत एक्साइटेड है, बहुत अच्छा लग रहा है, बहुत अच्छा लग रहा है और आने वाले टाइम में और अच्छा करने की कोशिश करूंगी. मैं इस ब्रॉन्ज को गोल्ड में बदलने की कोशिश करूंगी. पेरिस ओलंपिक में मुझे गोल्ड मेडल लेके आना है. ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ ഉടൻ പാരിതോഷികം പ്രഖ്യാപിക്കുമെന്ന് കായികമന്ത്രി V അബ്ദുറഹിമാൻ. ശ്രീജേഷിനോട് കേരളം അനാദരവ് കാട്ടിയെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. നാളെ കേരളത്തിലെത്തുന്ന ശ്രീജേഷിനെ കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജേഷ് തിരിച്ചെത്തുകയാണ്. തീർച്ചയായിട്ടും അവർ അർഹിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹന സമ്മാനം നമ്മൾ നൽകും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. ഈ രംഗത്ത് കൃത്യമായിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ സർക്കാരിന് മുമ്പിലുണ്ട്. അതാണല്ലോ നമ്മൾ പുതിയ പദ്ധതികൾ കായിക രംഗത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായും അതിനുള്ള പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകും. തെറ്റായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതേസമയം കായിക താരങ്ങൾക്ക് പാരിതോഷികം നൽകുന്ന കാര്യത്തിൽ ഒഡീഷ, ഹരിയാന, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളെ കേരളം മാതൃകയാക്കണമെന്ന് മുൻ ഇന്ത്യൻ വോളിബോൾ താരം ടോം ജോസഫ് ആവശ്യപ്പെട്ടു. ശ്രീജേഷിന്റെ നേട്ടം മനസ്സിലാക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ലെന്ന് ടോം ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചു. അതിനിടെ കായിക താരങ്ങളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സായി പരിശീലക സ്ഥാനം ഒളിമ്പ്യൻ അനിൽകുമാർ രാജിവെച്ചു. അവഗണന സഹിച്ച് ഇനി ഇന്ത്യയിൽ തുടരാനില്ലെന്ന് അനിൽകുമാർ 24-നോട് പറഞ്ഞു. 2000 സിഡ്നി ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച തനിക്ക് പത്മ പുരസ്കാരമോ അർജുന, ജീവിരാജ അവാർഡുകളോ നൽകിയില്ലെന്നും അനിൽകുമാർ കുറ്റപ്പെടുത്തി. പല ആൾക്കാരും എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടുന്നില്ല? ഞാൻ ആൾക്കാരൊക്കെ പറഞ്ഞ് നടത്തി. അതുകൊണ്ട് ഞാൻ എന്റെ ഈ ജോലി ഞാൻ കേരളത്തിൽ നിന്ന് വിട്ടുപോവാണ്, ഇന്ത്യയിൽ നിന്ന് തന്നെ വിട്ടുപോവാണ്. കാരണം ആൾക്കാരെന്തൊക്കെ ചോദിക്കുന്നത് എനിക്ക് അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത്രയും ഒരു സ്പോർട്സ് ഹൈലൈറ്റ് സ്പോർട്സ് ചെയ്തിട്ട് എന്നെ ഒരു ഒരു ബഗറിനെ പോലെ നമ്മളെ കാണുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ ചെയ്യുന്ന സമയത്ത് മാത്രം അവരെ കൊത്തിയെടുത്ത് വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നോക്കത്തില്ല. ഒരു അവാർഡിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവൻ മരിക്കുന്നതിനും വരെ എഴുതി അവാർഡിന് എഴുതി ലാസ്റ്റ് അവൻ ചങ്ക് കെട്ടി മരിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ.
സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ഉന്നതതല സംവാദത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UN സുരക്ഷാ കൌൺസിലിന്റെ ഉന്നതതല സംവാദത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഭീകരത, കടൽക്കൊള്ള എന്നിവയ്ക്കായി സമുദ്രപാതകളെ ദുരുപയോഗം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംവാദത്തിൽ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട പഞ്ചതത്വങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. കോവിഡ് മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. സമുദ്രപാതകളിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രതിജ്ഞാബദ്ധമെന്ന് സംവാദത്തിൽ പങ്കെടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. വിഷയത്തിൽ പൂർണ്ണ സഹകരണവും പുടിൻ വാഗ്ദാനം ചെയ്തു. പെട്ടിമുടി, കവളപ്പാറ, പുത്തുമല ദുരന്തബാധിതരുടെ പുനരധിവാസം നിലച്ചുവെന്ന് പ്രതിപക്ഷം. ധനസഹായ വിതരണവും പുനരധിവാസവും പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ആരോപിച്ച് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. 2 വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം ഇതുവരെ പൂർത്തീകരിക്കാതെ പണം കിട്ടാത്തവരും വീട് കിട്ടാത്തവരുമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിൽക്കുമ്പോൾ ഈ സർക്കാർ അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഉത്തരവാദിത്തം പോലും നിർവഹിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. സാർ, ദുരന്തബാധിതർ അഭയാർത്ഥി ക്യാമ്പുകളിലും വാടക വീടുകളിലുമാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരള പുനർനിർമ്മാണത്തിനുള്ള റീബിൽഡ് കേരളയിൽ ധൂർത്താണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ദുരന്തങ്ങൾ നിരന്തരമായി ഉണ്ടാകുകയാണ്. നമുക്ക് വാർണിംഗ് സിസ്റ്റം നമുക്ക് ബന്ധപ്പെടുത്തണം, ഡാം മാനേജ്മെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റി. ആ അബദ്ധങ്ങൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതുണ്ടാകാതിരിക്കാൻ, ആവർത്തിക്കാതിരിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണം. സാർ, ഇതൊന്നും ചെയ്യാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും റിസ്ക് മിറ്റിഗേഷൻ പ്രവർത്തികളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാവപ്പെട്ടവനെ അവൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തിട്ടാണ് നിങ്ങൾ പോന്നിരിക്കുന്നത്. പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ആർക്കെങ്കിലും സഹായം കിട്ടിയില്ലെങ്കിൽ അതും ഉടൻ വിതരണം ചെയ്യുമെന്നും റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും രാജ്യാന്തര പ്രശംസ നേടിയതാണ്. സർക്കാർ സഹായം ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച സഹായം വിതരണം ചെയ്യുമെന്നും മന്ത്രി. മൂക്ക് താഴോട്ട് നീണ്ട 3.5 കോടി മലയാളിയെ പിച്ച തണ്ടാൻ അന്യ സംസ്ഥാനത്തേക്ക് വിടാതെ സംരക്ഷിച്ച ഗവൺമെന്റാണ് സാർ ഈ ഗവൺമെന്റ്. സാർ, ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളിൽ ലോകം മുഴുവൻ ആദരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക കുറവുകളുണ്ടായാൽ പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. പെട്ടിമുടി ദുരന്തബാധിതരുടെ ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി. സർക്കാർ നൽകിയ വീടുകൾ വാസയോഗ്യമല്ലാത്ത ഭൂമിയിലാണെന്ന ഹർജിയിലാണ് ഇടപെടൽ. പെട്ടിമുടിയിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയാണ് ഭൂമിയെന്നും റേഷൻ വാങ്ങാൻ കാൽനടയായി കിലോമീറ്ററുകൾ പോകണമെന്നും ദുരിതബാധിതർ വാദിച്ചു. കണ്ണൻ ദേവൻ കമ്പനിയുടെ കൈവശമുള്ള മിച്ച ഭൂമിയിൽ വീട് വയ്ക്കാൻ സ്ഥലം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതേസമയം കുറ്റ്യാർവാലിയിൽ വീട് നിർമ്മിച്ചെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. 6 പേർക്ക് പട്ടയം നൽകിയെന്നും 8 പേർക്ക് വീട് കൈമാറിയതായും സർക്കാർ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി 80-ൽ നിന്ന് 75-ആയി കുറയ്ക്കാൻ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ത്രിദിന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഈ നിർദ്ദേശം ഉയർന്നത്. അടുത്ത പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമാകില്ല എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സൂചിപ്പിച്ചു. മന്ത്രിസഭയിൽ നിന്ന് KK ശൈലജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയതിൽ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തെന്നും നയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ആ തീരുമാനം ജനങ്ങൾ അംഗീകരിച്ചെന്നും യെച്ചൂരി പറഞ്ഞു. Our decision is those who will cross 75 years will be relieved from the central committee. So central committee age limit is 75. So the state committees normally they have it a few years lower than that, because otherwise those who have 75 then they cannot come to the central committee. So state committees normally have it lower, but we left that to the state committees to decide what will be their here. But for the central committee, the age limit is 75. CPIM സംഘടനാ സമ്മേളനങ്ങൾക്ക് സംസ്ഥാനത്ത് അടുത്ത മാസം തുടക്കമായേക്കും. സെപ്റ്റംബർ പകുതിയോടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കാനാണ് ആലോചന. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഏരിയ സമ്മേളനങ്ങൾ നടത്തും. ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ പകുതിയോടെ ആരംഭിച്ച് ജാനുവരിയിൽ പൂർത്തിയാക്കും. ജാനുവരി അവസാനം സംസ്ഥാന സമ്മേളനം നടത്തുമെന്നാണ് സൂചന. 16-17 തീയതികളിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗമായിരിക്കും സമയക്രമം തീരുമാനിക്കുക. NDA സ്ഥാനാർത്ഥിയാകാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CK ജാനുവിന്റെ ഫോണുകൾ പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച്. CK ജാനു ഉപയോഗിക്കുന്ന 2 ഫോണുകൾ ഉൾപ്പെടെ 3 സ്മാർട്ട് ഫോണുകളാണ് കസ്റ്റഡിയിലെടുത്തത്. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. തന്റെയും വളർത്തുമകളുടെയും സഹോദരന്റെ മകന്റെയും ഫോണുകളാണ് പിടിച്ചെടുത്തതെന്ന് CK ജാനു പറഞ്ഞു. കേസിൽ ഇതുവരെ തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും CK ജാനു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇല്ല, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇത് വരുന്ന
ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് അന്വേഷണം നടത്തി. ഇവിടെ എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടോ എന്ന് നോക്കി അത് എടുത്തിട്ട് പോയി. അത്ര തന്നെ ഉള്ളൂ. ആദ്യമായിട്ടാണ് അവർ വീട്ടിൽ വരുന്നത്? ആദ്യമായിട്ട് വരുന്നത്. ഇനി വിളിക്കുമായിരിക്കും. വിളിക്കട്ടെ അവര്. അതിനെന്താ? ഇല്ല, എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ഞാൻ ആദ്യം പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഇനിയും അത് തന്നെ പറയും. ജനനനിരക്ക് പ്രോത്സാഹിപ്പിക്കാൻ കുടുംബങ്ങൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ച പാലാ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട രൂപതകൾക്ക് പിന്തുണയുമായി KCBC. ക്രൈസ്തവരുടെ ജനനനിരക്ക് കുറയുന്നത് ആശങ്കാജനകമെന്നും KCBC. ഈശോ സിനിമയുടെ പേരിൽ തിരുത്തൽ വരുത്തണമെന്ന് KCBC ആവശ്യപ്പെട്ടു. സിനിമയുടെ അണിയറ പ്രവർത്തകർ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക തിരിച്ചറിയണമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം മതവികാരത്തെ മുറിപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്നും KCBC വ്യക്തമാക്കി. അതേസമയം ഈശോ എന്ന സിനിമാ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംവിധായകൻ നാദർഷയ്ക്ക് പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന്ദീപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് രംഗത്തെത്തി. മറ്റ് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും മെത്രപ്പൊലീത്ത പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ ലജ്ജിക്കുകയാണ്. എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇത്തരം ഒരു വിവാദം ഈ ജനാധിപത്യ ബഹുസ്വര രാജ്യത്ത് ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഈശോ എന്നോ യേശു എന്നോ പറഞ്ഞാലും അത് ഒരു പൊതു വ്യക്തിയുടെ പേര് മാത്രമേ ആകുന്നുള്ളൂ. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. റോയ് തോമസ് ഡാനിയൽ, റിനു മറിയം തോമസ് എന്നിവരെയാണ് ED അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിക്ഷേപകരിൽ നിന്നായി 2000 കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിരുന്നത്. നിക്ഷേപ തുക പ്രതികൾ വിദേശത്തേക്ക് കടത്തിയതായും എൻഫോഴ്സ്മെന്റിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. സൂര്യനെല്ലി കേസിലെ മുഖ്യ കുറ്റവാളി S. ധർമ്മരാജന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ധർമ്മരാജൻ 10 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞതും കോവിഡ് സാഹചര്യത്തിൽ കേസിലെ ബാക്കി എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചതും കണക്കിലെടുത്താണ് നടപടി. എല്ലാ തിങ്കളാഴ്ചയും ധർമ്മരാജൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കോടതി വ്യവസ്ഥ വെച്ചു. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തിരുന്നു. ജാമ്യം അനുവദിച്ചാൽ ധർമ്മരാജൻ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് V. ഗിരി കോടതിയെ അറിയിച്ചു. 2005 ജാമ്യത്തിലിറങ്ങിയ ധർമ്മരാജൻ 7 വർഷത്തോളം ഒളിവിൽ പോയിരുന്നു. പിന്നീട് 2013 ഫെബ്രുവരിയിൽ കർണാടകയിൽ നിന്നാണ് ധർമ്മരാജൻ അറസ്റ്റിലായത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകന് നേരെ അഭിഭാഷകരുടെ അതിക്രമം. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീരാം വെങ്കട്ടരാമന്റെയും വഫ ഫിറോസിന്റെയും ഫോട്ടോ എടുത്ത സിറാജ് ഫോട്ടോഗ്രാഫർ T. ശിവജിയെയാണ് അഭിഭാഷകർ കയ്യേറ്റം ചെയ്തത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചും അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ശിവജിയുടെ ഫോൺ അഭിഭാഷകർ പിടിച്ചുവാങ്ങി. പിന്നീട് അവരെല്ലാം കൂടെ വളഞ്ഞ് ID കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ID കാർഡ് വേറെ വണ്ടിയിൽ വെച്ചേക്കായിരുന്നു. പിന്നെ അതെടുത്ത് കാണിച്ച് അതിനുശേഷം അവർ അത് പിടിച്ചെടുത്തു. അതിനുശേഷം പടം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവസാനം ക്രൗഡ് കൂടി, ആളിൻ്റെ എണ്ണം കൂടി വന്നു. അവർ കംപ്ലീറ്റ് വളഞ്ഞു വെച്ച് ആ പടങ്ങൾ ഡിലീറ്റ് ചെയ്തു. കോതമംഗലം കൊലപാതക കേസിൽ രഖിലിന്റെ സുഹൃത്ത് ആദിത്യനെ കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങി പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആദിത്യന് പോലീസ് നോട്ടീസ് നൽകി. വെള്ളിയാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രഖിലുമൊത്തുള്ള ബീഹാർ യാത്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് ചോദ്യം ചെയ്യൽ. നിലവിൽ പിടിയിലായ പ്രതികളെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. അർബുദബാധിതയായി ചികിത്സയിലായിരുന്ന സിനിമാ സീരിയൽ താരം ശരണ്യ ശശി അന്തരിച്ചു. തിരുവനന്തപുരം PRS ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 10 വർഷമായി അർബുദത്തോട് പോരാടിയ ശരണ്യ അതിജീവനത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ശരണ്യയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. യൂട്യൂബ് ബ്ലോഗേഴ്സായ ഈ ബുൾജറ്റ് സഹോദരങ്ങളെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ RTOയുടെ പരാതിയിലാണ് എബിൻ, ലിബിൻ എന്നിവർക്കെതിരെ നടപടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഇരുവർക്കുമെതിരെ ചുമത്തി. ഇവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നിയമം ലംഘിച്ചാൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും MDയുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ തിരുത്തുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുന്നു. നമസ്കാരം.